സന്ധികളിലുണ്ടാകുന്ന നീർവീക്കത്തെയാണ് ജനറലായിട്ട് നമ്മൾ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. ആയുർവേദം ഇതിനെല്ലാം ക്ലാസിഫൈ ചെയ്യുന്ന അതിന്റെ രോഗസ്വഭാവത്തിനെയും അതിൽ ഇൻവോൾവ് ആകുന്ന കാരണങ്ങളെയൊക്കെ പരിഗണിച്ചിട്ടാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ കാലിന്റെ തള്ളവിരൽ നിലത്ത് കുത്താൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇത് പലപ്പോഴും നോട്ടീസ് ചെയ്യാറ്. സഞ്ജീവനത്തിന് നമ്മൾ ആയുർവേദത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ ബേസ് ചെയ്തിട്ടുള്ള ചികിത്സയാണ് ചെയ്യുന്നത്. ഇത് സന്ധികൾക്ക് തുരുമ്പ് പോലെയാണ്, അത് ദ്രവിപ്പിച്ച് കളയുന്ന ഒരു അവസ്ഥ തന്നെ വരും. നമസ്തേ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർത്തറൈറ്റിസ് എന്ന രോഗത്തെ പറ്റിയാണ്. ഇതിനെപ്പറ്റി നമ്മളോട് ഇന്ന് സംസാരിക്കുന്നത് സഞ്ജീവനം ആയുർവേദ ഹോസ്പിറ്റലിന്റെ ചീഫ് മെഡിക്കൽ ഓഫീസർ കൂടിയായ ഡോക്ടർ ഷാജി സാറാണ്. ഹായ് സർ, നമസ്കാരം. സർ, എന്താണ് ആർത്തറൈറ്റിസ്? ആർത്രൈറ്റിസ് എന്ന് പറയുമ്പോൾ ആ പേര് തന്നെ അതുണ്ട്. ആർത്രോൺ പ്ലസ് ഐറ്റിസ് എന്നീ രണ്ട് വാക്കുകൾ ചേർന്നിട്ടാണ് ആർത്രൈറ്റിസ് ഉണ്ടായിരിക്കുന്നത്. ആർത്രോൺ എന്ന് പറയുന്നത് സന്ധികളെയാണ് സൂചിപ്പിക്കുന്നത്. ഐറ്റിസ് എന്ന് പറയുമ്പോൾ ഇൻഫ്ലമേഷൻ, അതായത് നീർവീക്കം. അപ്പോൾ സന്ധികളിൽ ഉണ്ടാകുന്ന നീർവീക്കത്തെയാണ് ജനറലായിട്ട് നമ്മൾ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. അതിൽ തന്നെ പല വിഭാഗമുണ്ട്. നമ്മളിപ്പോൾ സന്ധികളെ മാത്രം ആശ്രയിച്ച് അല്ല ഇതുണ്ടാകുന്നത്. പക്ഷെ പ്രധാനമായിട്ടും നമ്മുടെ മൂവ്മെന്റിനെ തടസ്സപ്പെടുത്തുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആർത്രൈറ്റിസിൽ. ഇത് പലതരത്തിൽ വരാം. പ്രധാനമായിട്ട് രണ്ട് തരത്തിൽ തിരിക്കാം. ഒന്ന് ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ആർത്രൈറ്റിസ്, അല്ലെങ്കിൽ ഡീജനറേറ്റീവ് ആയിട്ടുള്ള തേയ്മാനം എന്നൊക്കെ നമ്മൾ പറയുന്ന വാക്ക് പ്രധാനമായിട്ടും അതിനെയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. അപ്പോൾ ഡീജനറേറ്റീവ് ആയിട്ടും ഇൻഫ്ലമേറ്ററി ആയിട്ട് രണ്ട് കണ്ടീഷനാണ് പ്രധാനമായിട്ട് വരുന്നത്. അതിൽ തന്നെ ഒരുപാട് വിഭാഗങ്ങൾ നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. നമ്മുടെ മെറ്റാബോളിക് പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് പലപ്പോഴും ഇതിൻ്റെ ഒരു ബേസിക് കാരണം. ആയുർവേദം അതിൽ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പ്രോപ്പറായിട്ട് ദഹിച്ച് ശരീരഭാഗമായിട്ട് മാറാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ടോക്സിസിറ്റിയൊക്കെ ഒരു പരിധിവരെ ആർത്രൈറ്റിസിന് കാരണമാകാം. അതിന് നമ്മൾ ആമം എന്നുള്ള വാക്കുകൊണ്ടാണ് ഉപയോഗിക്കുന്നത്. അത് കൂടുതലും ആമവാദം എന്നുള്ള അവസ്ഥയിൽ പറയും. കുട്ടികൾക്ക് പോലും കാണുന്ന രോഗമാണത്. അതിന് രക്തത്തിന്റെ ഇൻവോൾവ്മെന്റ് കൂടുമ്പോൾ നമ്മൾ രക്തവാദം, വാതരക്തം എന്നുള്ള പേരിലൊക്കെ പറയും. അപ്പോൾ ആയുർവേദം ഇതിനെല്ലാം ക്ലാസിഫൈ ചെയ്യുന്ന അതിന്റെ രോഗസ്വഭാവത്തിനെയും അതിൽ ഇൻവോൾവ് ആകുന്ന കാരണങ്ങളെയൊക്കെ പരിഗണിച്ചിട്ടാണ്. അതോടൊപ്പം തന്നെ പ്രകൃതി, നമുക്ക് കാലാവസ്ഥ, ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, ഇതെല്ലാം ഇതിനെ സ്വാധീനിക്കും. തീർച്ചയായിട്ടും ഭക്ഷണം പുളി, എരിവ് കൂടിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നത് നമുക്ക് ഡീജനറേറ്റീവ് ചേഞ്ചസിനെ കൂട്ടും. അതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ആർത്രൈറ്റിസിൽ. ഈ ഡീജനറേറ്റീവ് ആയിട്ടുള്ളത് കൂടുതലും പ്രായമാകുമ്പോൾ ഇതിനുള്ള സാധ്യത വളരെ കൂടുതൽ, അല്ലെങ്കിൽ ഫിസിക്കൽ സ്ട്രെയിൻ കൂടുതൽ ഉള്ളവർക്ക് ഈ ഡീജനറേറ്റീവ് ആയിട്ടുള്ള ആർത്രൈറ്റിസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ അതിൽ തന്നെ ഒരുപാട് ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള കണ്ടീഷൻ തന്നെ പല വിഭാഗങ്ങളുണ്ട്. അതിൽ പലപ്പോഴും നമ്മൾ യൂറിക് ആസിഡ് കൂടിയിട്ടുണ്ടാകുന്ന ഗൗട്ടി ആർത്രൈറ്റിസ്, അതെല്ലാം പലപ്പോഴും നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും ചിലരുടെ ശരീരപ്രകൃതിയുടെ പ്രത്യേകതയൊക്കെ കൊണ്ട് യൂറിക് ആസിഡിന്റെ അളവ് ക്രമാതീതമായിട്ട്, പ്രോട്ടീൻ ഭക്ഷണം അധികമായിട്ട് കഴിക്കുമ്പോൾ അതിന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആണ്, അമിനോ ആസിഡ്സിന്റെ ഉത്പാദിപ്പിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബൈ പ്രൊഡക്റ്റ് ആണ് യൂറിക് ആസിഡ്. ഈ യൂറിക് ആസിഡ് ബ്ലഡിൽ സർക്കുലേറ്റ് ചെയ്തിട്ട് പലയിടത്തും ഡെപ്പോസിറ്റ് ചെയ്ത് ചിലപ്പോൾ അത് വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. പലപ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ കാലിന്റെ തള്ളവിരൽ നിലത്ത് കുത്താൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇത് പലപ്പോഴും നോട്ടീസ് ചെയ്യാറ്. ഇത് സന്ധികൾക്ക് തുരുമ്പ് പോലെയാണ്, അത് ദ്രവിപ്പിച്ച് കളയുന്ന ഒരു അവസ്ഥ തന്നെ വരും. അപ്പോൾ അതിൽ ചികിത്സയോടൊപ്പം തന്നെ ഭക്ഷണത്തിന്റെ നിയന്ത്രണവും മറ്റു കാര്യങ്ങളും എല്ലാം വളരെ പ്രധാനമാണ്. ഡീജനറേറ്റീവ് ആർത്രൈറ്റിസ് ആകുമ്പോൾ കൃത്യമായ ഭക്ഷണം കിട്ടാതെ വരുന്നതും, കാൽസ്യം, പ്രോട്ടീൻ തുടങ്ങിയുള്ള സാധനങ്ങൾ കൃത്യമായ അളവ് ശരീരത്തിന് കിട്ടാതെ വന്നാലും ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഇപ്പോൾ ഈ ആർത്തറൈറ്റിസ് നമുക്ക് കൂടുതലായും കാണപ്പെടുന്നത് ആർക്കാണ്? പ്രായം ഇതിനൊരു കാരണമാണോ? തീർച്ചയായിട്ടും പ്രായം ഇതിലൊരു നിർണായക ഘടകമാണ്. കാരണം ഡീജനറേഷൻ, അതുപോലെ നമ്മുടെ ബ്ലഡിലുള്ള കണികകളിലുള്ള വ്യതിയാനങ്ങളൊക്കെ കൂടുന്നത് നമുക്ക് പ്രായമാകുമ്പോഴാണ്. നമ്മുടെ പല്ലുകൾ കൊഴിയാനും ഭക്ഷണം ചവച്ചരച്ച് കഴിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, അങ്ങനെ പല കാരണങ്ങളും ഇതിലേക്ക് നയിക്കും. അപ്പോൾ പ്രായം തോറും എന്തായാലും ഡീജനറേഷനും സന്ധി വേദനകളും ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷെ സ്ത്രീകളിലാണ് ഈ രോഗം കൂടുതലായിട്ട് കണ്ടുവരുന്നത്, പ്രത്യേകിച്ചും നേരത്തെ തന്നെ ആരംഭിക്കുന്ന കണ്ടുവരുന്നത്. അതുപോലെ മെനോപോസ് ഒക്കെ ആരംഭിച്ചു കഴിയുമ്പോൾ അവർക്ക് ഹോർമോണൽ വ്യതിയാനങ്ങൾ കൊണ്ടൊക്കെ ശരീരത്തിൽ പലതരം മാറ്റങ്ങൾ വരും. അതെല്ലാം ഈ ആർത്രൈറ്റിസിലേക്ക് നയിക്കുന്ന ഘടകങ്ങളാണ്. സർ, അതുപോലെ ഇപ്പോൾ നമ്മൾ പൊതുവെ കേട്ടുവരുന്ന ഒരു കാര്യമാണ്, വീട്ടിലൊക്കെ മുട്ടുവേദന അല്ലെങ്കിൽ എവിടെയെങ്കിലും വേദന വരുന്ന സമയത്ത് എന്തെങ്കിലും തൈലങ്ങളോ അല്ലെങ്കിൽ എണ്ണകളോ തടവുന്ന ഒരു കാര്യം കേട്ടിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് നമുക്ക് വേദന കംപ്ലീറ്റ്ലി മാറാൻ പറ്റുമോ, അല്ലെങ്കിൽ അത് ആർത്രൈറ്റിസ് ആയിട്ട് നമുക്ക് ബന്ധപ്പെടുത്താൻ പറ്റുമോ? മുഴുവനായി പറഞ്ഞാലല്ല. കാരണം നമുക്ക് തൈലത്തിൻ്റെയൊക്കെ കൂടുതൽ ഉപയോഗം വരുന്നത് എപ്പോഴും ഡീജനറേറ്റീവ് ആയിട്ടുള്ള ആർത്രൈറ്റിസിലാണ്. പക്ഷെ അപ്പോഴും എത്ര ഡീജനറേറ്റീവ് ആയിട്ടുള്ള ആർത്രൈറ്റിസ് ആയാലും അതിലൊരു ഇൻഫ്ലമേറ്ററി, ഒരു നീർക്കെട്ട് അല്ലെങ്കിൽ നീർവീക്കാവസ്ഥ പലപ്പോഴും കാണാം. ഈ നീർവീക്കാവസ്ഥ മാറ്റിയതിന് ശേഷം മാത്രമേ പലപ്പോഴും തൈലങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ ഇന്ന് നമ്മളൊരു പ്രവണത എന്താ വെച്ചാൽ, എന്ത് അസുഖം വന്നാലും തൈലം പുരട്ടിയാൽ മാറും. അത് പൊതുവെ വേദനകൾക്ക് തൈലം നല്ലതാണെങ്കിലും ആ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ ഉള്ളപ്പോൾ ഒരിക്കലും തൈലം ഉപയോഗിക്കരുത്. തൈലം ഉപയോഗിക്കുമ്പോൾ പെട്ടെന്നൊരു വ്യത്യാസം ഉണ്ടാവുമെങ്കിലും ഏതെങ്കിലും അടുത്ത സന്ധികളിലെയോ അല്ലെങ്കിൽ ആ സന്ധികളിൽ തന്നെ പിറ്റേ ദിവസം വേദന കൂടാനുള്ള സാധ്യതയാണുള്ളത്. അതുപോലെ അതിൽ ഈ എണ്ണ
തന്നെ പലപ്പോഴും വിവിധ മരുന്നുകൾ ഉപയോഗിച്ച് പ്രിപ്പയർ ചെയ്യുന്നതിന് ആക്ഷനിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ടൊരു ഡോക്ടറുടെ ഡിസ്ക്രിപ്ഷനോടുകൂടി കൃത്യമായിട്ട് വിശകലനം ചെയ്ത് ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ചെയ്തിട്ട് രോഗത്തിന്റെ കണ്ടീഷൻ മുഴുവൻ മനസ്സിലാക്കിയിട്ട് മാത്രമേ ഏത് തൈലം ഉപയോഗിക്കാവൂ. പക്ഷേ ഇതിപ്പോൾ ഓവർ ദ കൗണ്ടർ പോയിട്ട് തൈലങ്ങളെല്ലാം വാങ്ങി, പൊതുവെ നാട്ടിലുള്ള എല്ലാവരും വൈദ്യന്മാരാണ്. അപ്പോൾ എല്ലാവരും സജസ്റ്റ് ചെയ്യും എനിക്കിത് വെച്ചിട്ട് ഗുണമുണ്ടായി. പക്ഷേ ആ രോഗാവസ്ഥ ഡെയിലി ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ കൃത്യമായിട്ട് ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് നടത്തിയിട്ട് മാത്രമേ പലപ്പോഴും തൈലം ഉപയോഗിക്കാമോ എന്ന് തന്നെ തീരുമാനിക്കൂ. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ESR കൂടിയിരിക്കുന്ന കണ്ടീഷൻ, അങ്ങനെ നമ്മൾ രക്തപരിശോധനയോട് കൂടെ തന്നെ ഇത് പലപ്പോഴും അറിയാൻ സാധിക്കും രോഗത്തിന്റെ അവസ്ഥ. പണ്ടെല്ലാം ലക്ഷണങ്ങളിലൂടെയാണ് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് എല്ലാം അവൈലബിൾ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പല കണ്ടീഷനിലും വേർതിരിച്ചറിയാൻ സാധിക്കും. ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് നടത്താതെ ആയുർവേദത്തിലും ചികിത്സ ചെയ്യാറില്ല. ചികിത്സ ഫലപ്രദമാകുന്ന എപ്പോഴും ഈ കൃത്യമായ വ്യത്യാസം, മരുന്നുകൾ കൃത്യമായിട്ട് എവിടെ ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കുന്നത് പോലും ഡിഫറൻഷ്യൽ ഡയഗ്നോസ് തീരുമാനമായതിനു ശേഷം മാത്രമാണ്. ആർത്രൈറ്റിസിന് ആയുർവേദത്തിലുള്ള ചികിത്സാ രീതികൾ എന്തൊക്കെയാ? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ ഡീജനറേറ്റീവ് ആയിട്ടുള്ള ആർത്രൈറ്റിസ് ആണെങ്കിൽ പോലും അവിടെ അതിന് സറൗണ്ടിങ് ആയിട്ടുള്ള ടിഷ്യൂസിന്റെ ഇൻഫ്ലമേഷൻ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ എപ്പോഴും ആ ഇൻഫ്ലമേഷൻ കുറയ്ക്കുക എന്നുള്ളൊരു പ്രവർത്തനം ആദ്യം നടത്തി വേദനയ്ക്ക് കുറവുണ്ടാക്കിയതിന് ശേഷമാണ് പിന്നെ സ്ട്രെങ്തനിങ് ആയിട്ടുള്ള രീതി വരുന്നത്. അപ്പോൾ ആയുർവേദം സമഗ്രമായിട്ടുള്ളൊരു ചികിത്സയാണ് ഇതിന് പറയുന്നത്. നമ്മളത് ഈ രോഗം ഉണ്ടായി വരുന്നതിനെ കുറിച്ച് കൃത്യമായി വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ തേയ്മാനം മുഴുവൻ മാറില്ല എന്നൊക്കെ പറയുമെങ്കിലും അതിനെ ചുറ്റിയുള്ള ജോയിൻസിനെയും മസിൽസിനെയും ഒക്കെ സ്ട്രെങ്തൻ ചെയ്ത് നമുക്ക് പലപ്പോഴും അതിനെ ഓവർകം ചെയ്യാൻ സാധിക്കും. പിന്നെ മെറ്റാബോളിക് ആയിട്ടുള്ള അതിലേക്ക് കിട്ടുന്ന പോഷകങ്ങളുടെ കുറവൊക്കെ നികത്താനായിട്ട് നമ്മുടെ മെറ്റാബോളിസം ശരിയാക്കണം. അപ്പോൾ പലപ്പോഴും ആയുർവേദ ചികിത്സയിൽ നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് ഈ മെറ്റാബോളിക്കൽ കറക്ഷൻ തന്നെയാണ്. നമ്മുടെ അഗ്നിബലം, അതായത് നമ്മുടെ ഡൈജസ്റ്റീവ് പവറും നമ്മൾ എന്ത് ഭക്ഷണം കഴിച്ചാലും അത് ദഹിച്ച് ശരീരത്തിന്റെ ഭാഗമാവുന്നതിനുള്ള പൂർണ്ണമായിട്ടും ശരീരഭാഗമായി മാറുന്നതിന് ആയുർവേദ ചികിത്സ പലപ്പോഴും സഹായിക്കും. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് ഭക്ഷണം, വ്യായാമം, നമ്മുടെ പ്രവൃത്തികൾ, അതുപോലെ കാലാവസ്ഥയെ എങ്ങനെ ഓവർകം ചെയ്യാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ആയുർവേദത്തിൽ പറയുന്നത്. ഇതുമൂലം വളരെ കാലം കൊണ്ട് ശരീരത്തിൽ അക്യൂമുലേറ്റ് ചെയ്തിട്ടുള്ള ടോക്സിൻസിനെ നേരത്തെ ആമം എന്ന് പറയും. അപ്പോൾ അതിന് പലതരത്തിൽ ട്രാൻസ്ഫോം ചെയ്ത് പുറത്ത് കളയാന്നുള്ള പ്രോസസ്സാണ് നമ്മൾ പലപ്പോഴും ഈ പഞ്ചകർമ്മ ചികിത്സ കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. അതെല്ലാം പക്ഷേ ഇന്നത്തെ കാലത്ത് തെറ്റിദ്ധരിക്കപ്പെട്ട രീതികളാണ്. ഓരോ മനുഷ്യനും യുണീക്കായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ആ കോൺസ്റ്റിറ്റ്യൂഷൻ കൃത്യമായിട്ട് വിശകലനം ചെയ്ത് എന്തുകൊണ്ട് ഈ രോഗം ഉണ്ടായി എന്ന് മനസ്സിലാക്കിയിട്ട് കൃത്യമായ ചികിത്സ നിർണ്ണയിക്കുമ്പോൾ പലപ്പോഴും പൂർണ്ണ ഫലപ്രാപ്തി ഉണ്ടാകും. സർ, നമ്മുടെ ഇപ്പോഴത്തെ ജീവിതശൈലി നമ്മുടെ ഈ ആർത്രൈറ്റിസ് രോഗത്തിന് ഒരു ഘടകമാണോ? തീർച്ചയായിട്ടും. നമ്മൾ പലപ്പോഴും പറയുന്ന പോലെ തന്നെ, ജീവിതശൈലി രോഗങ്ങളുടെ കാര്യം പറയുന്ന പോലെ തന്നെ, ഇന്നത്തെ ഭക്ഷ്യത്തിൽ ഏറ്റവും പ്രിസർവ്ഡ് ആയിട്ടുള്ള ഫുഡാണ് അസിഡിക് ആവാന്ന് പറയുന്നത്. പുളിച്ചിട്ടുള്ള ആഹാരമാണ് നമ്മൾ ഇപ്പോൾ കൂടുതൽ കഴിക്കുന്നത്. അത് ജസ്റ്റ് ചൂടോടുകൂടി സെർവ് ചെയ്യാൻ നമ്മൾ അറിയണില്ല എന്നേ ഉള്ളൂ. ഇത് കുറച്ചു നേരം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കനോട്ട് ഈറ്റ്, അല്ലെങ്കിൽ റെഫ്രിജറേറ്റ് ചെയ്തിട്ടുള്ള ഫുഡ്. അപ്പോൾ ഈ ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് കൂട്ടാനായിട്ട് എരിവും പുളിയും പെട്ടെന്ന് ഡാമേജ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ആഹാരങ്ങളാണ് നമ്മളിന്ന് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. പിന്നെ ഉറക്കമുളയ്ക്കുക, രാത്രിയുള്ള ജോലികൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനെ സ്വാധീനിക്കും. അപ്പോൾ ശരീരത്തിൻ്റെ രൂക്ഷത വർദ്ധിക്കുക എന്ന് നമ്മൾ പറയും. അപ്പോൾ ഡീജനറേഷൻ കൂട്ടാനും അതുപോലെ ഇൻഫ്ലമേഷൻ കൂട്ടാനും ഇന്നത്തെ ജീവിത രീതിയും ഭക്ഷണവും പലപ്പോഴും വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. സർ, നമ്മുടെ സഞ്ജീവനത്തിൽ നമ്മൾ എങ്ങനെയാണ് ഈ ആർത്രൈറ്റിസിനെ ട്രീറ്റ് ചെയ്യുന്നത്? സഞ്ജീവനത്തിന് നമ്മൾ ആയുർവേദത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ ബേസ് ചെയ്തിട്ടുള്ള ചികിത്സയാണ് ചെയ്യുന്നത്. പലപ്പോഴും രോഗിയെ കൃത്യമായി വിശകലനം ചെയ്ത്, കാരണം ഓരോ മനുഷ്യനും യൂണീക്കായിട്ടുള്ളൊരു നേച്ചറുള്ള, നമ്മൾ പ്രകൃതി എന്ന് പറയും, ഈ പ്രകൃതി അസസ് ചെയ്തതിന് ശേഷം അവർക്ക് എന്തുകൊണ്ട് ഇത് വന്നു എന്നുള്ള കാരണങ്ങൾ അസസ് ചെയ്യും. പാരമ്പര്യമായിട്ട് എന്തെങ്കിലും ഘടകങ്ങളുണ്ടോ, ഇൻഫ്ലമേഷൻ ഉണ്ടാവാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്, അങ്ങനെ എല്ലാം വിശകലനം ചെയ്യുക. അതിനെ നമ്മൾ പലപ്പോഴും എക്സ്റേ, MRI തുടങ്ങിയവയുടെ സഹായവും അതുപോലെ വിവിധ തരത്തിലുള്ള ബ്ലഡ് ടെസ്റ്റുകളെല്ലാം ആശ്രയിക്കും. ഇത് എന്തുകൊണ്ടത് വിശകലനം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വിചാരിക്കുന്ന പോലെ വെറുതെ ഒരു സന്ധിവേദന നിർവഹിക്കുന്നൊക്കെ നമ്മൾ പറഞ്ഞെങ്കിലും അതിനപ്പുറത്തേക്ക് ഫേറ്റലായിട്ടുള്ള, മാരകമായിട്ടുള്ള ഒരു കണ്ടീഷനും ഈ അസുഖത്തിന്റെ പരിധിയിൽ വരുന്നുണ്ട്. അതുപോലെ SLE, അങ്ങനെ ഒരുപാട് അസുഖങ്ങൾ ആർത്രൈറ്റിസിന്റെ പരിധിയിൽ വരുന്നതാണ്. ഇതെല്ലാം കൃത്യമായിട്ട് ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ചെയ്താൽ മാത്രമേ നമുക്ക് ചികിത്സ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇതെല്ലാം നിർണ്ണയിച്ച് മാരകമായുള്ള അവസ്ഥയുണ്ടോ എന്നെല്ലാം വിശകലനം ചെയ്ത് അത് കൃത്യമായിട്ട് രോഗിയെ പറഞ്ഞു മനസ്സിലാക്കിയിട്ട് മാത്രമേ നമുക്ക് ചികിത്സ തുടങ്ങാൻ സാധിക്കുള്ളൂ. ഡീജനറേറ്റീവ് കണ്ടീഷൻ ആണെങ്കിലും ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ആർത്രൈറ്റിസ് ആണെങ്കിലും അതിൽ ആമപാചനം എന്നുള്ള ആംഗിൾ ഡീറ്റോക്സ് ചെയ്യുന്ന ഇതാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. അതിനുശേഷം ശരീരത്തിനെ ബലപ്പെടുത്തുന്ന ചികിത്സാ രീതികളാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ മാനസികമായിട്ടുള്ള പിരിമുറുക്കം, മറ്റു കാര്യങ്ങൾ, ബോഡി റിലാക്സ് ചെയ്യുക. അപ്പോൾ ഒരു വേദന ഉണ്ടാകുമ്പോൾ ഇൻഫ്ലമേറ്ററി റെസ്പോൺസാണ് ബോഡിക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ആ റെസ്പോൺസ് ആകുമ്പോൾ ബോഡി ഭയങ്കര അജിറ്റേറ്റഡ് ആവും. അപ്പോൾ അതിനെ നോർമൽ ഇതിലേക്ക് കൊണ്ടുവന്ന് സാന്ത്വനിപ്പിക്കൽ തന്നെയാണ് ശരിക്കും ചികിത്സ. അപ്പോൾ അത് ഒരു ശരീരഭാഗമാവാം, രോഗിയെ മൊത്തത്തിലാകാം. അപ്പോൾ ആയുർവേദം ഇത് സമഗ്രമായിട്ടൊരു പദ്ധതിയാണ് ഇതിൽ ഫോളോ ചെയ്തു വരുന്നത്. സഞ്ജീവനം അത് വളരെ ഭംഗിയായിട്ട് വർഷങ്ങളായിട്ട് ചെയ്തു വരുന്നു. താങ്ക് യു ഡോക്ടർ.